കർണാടകയിൽ മതിൽ തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ലതയുടെയും സ്മിതയുടെയും മൃതദേഹം എറണാകുളത്ത് എത്തിച്ചു. അല്പസമയത്തിനകം ഇരുവരുടെയും മൃതദേഹം സ്വദേശമായ രാമമംഗലത്ത് എത്തിക്കും. സ്നേഹമുള്ളേന വിവരങ്ങളുമായി ചേർന്നു. സ്നേഹ, രാമമംഗലത്തേക്ക് ഭൗതികദേഹങ്ങൾ എത്തിച്ചോ? എന്താണ് വിശദവിവരങ്ങൾ? മോത്തി, അല്പസമയത്തിനുള്ളിൽ മൃതദേഹം രാമമംഗലത്തുള്ള പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തും. ഇവിടെ ഒരു നാടൊന്നാകെ ഇരുവർക്കും യാത്രാമൊഴി അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഇരുവർക്കും വേണ്ടിയുള്ള മൊബൈൽ മോർച്ചറിയൊക്കെ നേരത്തെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. 15 മിനിറ്റിനുള്ളിൽ തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തും. അതിനുശേഷം അരമണിക്കൂർ പൊതുദർശനമുണ്ടാകും. ഈ പൊതുദർശനത്തിന് ശേഷമാകും ഇരുവരുടെയും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക. അതിനുശേഷം കുടുംബാംഗങ്ങൾക്കുള്ള സമയമാണ്. അതിനുശേഷം 4 മണിയോടുകൂടി തന്നെ ഇരുവരുടെ മൃതദേഹം സംസ്കരിക്കും. രാമമംഗലത്തുള്ള ശ്മശാനത്തിൽ തന്നെയാണ് ഇരുവരുടെയും മൃതദേഹം സംസ്കരിക്കുക. 100 കണക്കിന് ആളുകൾ, നാട്ടുകാർ, അതോടൊപ്പം തന്നെ ഇരുവരുടെയും ബന്ധുക്കളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഇവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ലത, സ്മിത ഈ 2 പേരും നാടിന് ഒരു നോവായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മളോട് നേരത്തെ എല്ലാവരും തന്നെ പ്രതികരിച്ചിരുന്നു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു സ്മിത. അതോടൊപ്പം തന്നെ ഇരുവരും, അതായത് 5 പേർ ചേർന്നാണ് കഴിഞ്ഞ ദിവസം 5 മണിയോടുകൂടി തന്നെ രാമമംഗലത്ത് നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്നു. ശേഷം 8:40 തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് മാർഗം എത്തുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ ഇരുവർക്കും ഉണ്ടായിരുന്നു. സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും കൂടെ തന്നെ പുറപ്പെട്ടൊരു യാത്ര തിരിച്ചെത്തിയപ്പോൾ അതൊരു നോവായി മാറുന്ന ഒരു കാഴ്ചയാണ്. ഈ രാമമംഗലത്തിൻ്റെ തന്നെ നോവാണ് ഇരുവരും, ലത, സ്മിത എന്ന ഇരുവരും. അതോടൊപ്പം തന്നെ 5 പേർ ചേർന്നാണ് ഇവർ രാമമംഗലത്ത് നിന്നും പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റ് മൂവാറ്റുപുഴയിൽ നിന്നും 5 പേരാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു പേർ പ്രീതി, സിജി, അതോടൊപ്പം തന്നെ മായ എന്നിവരാണ്. ഇതിൽ മായയുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇരുവരുടെയും വീടുകൾ തമ്മിൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. രാമമംഗലം 10-ാം വാർഡിൽ താമസിക്കുന്നത് സ്മിതയാണെങ്കിൽ രാമമംഗലം 12-ാം വാർഡിലാണ് ലത താമസിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അരമണിക്കൂറാണ് പൊതുദർശനത്തിൻ്റെ സമയം. ഒരു നാട് മൊത്തം അവർക്ക് ഇരുവർക്കും യാത്ര അയക്കാൻ, അതായത് അന്ത്യയാത്ര അർപ്പിക്കാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ ഒന്നിച്ചുകൂടിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മോത്തി, കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഒരുമിച്ചുണ്ടായിരുന്നവരെയാണ് നഷ്ടപ്പെട്ടു പോയത്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു നാടാകെ കാത്തു നിൽക്കുന്ന കാഴ്ച. നിമിഷങ്ങൾക്കകം ഭൗതിക ദേഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കും.